എല്ലാവർക്കും ഹായ്. ബന്ധപ്പെട്ടിരിക്കുന്നു ദേത് കവിളിത. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. പഠിക്കുന്ന കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് വിശദമായി കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ പരിഗണിക്കും. ഖൈദന്റെ എക്മലെ നിയ തലേ ജേത് 2025 ഏപ്രിൽ 19 വരെയുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനം. വർഗീകരണം വഴി ജേത് കരലത കമ്പനി ഖൈദന്റെ ഉപവിഭാഗത്തിൽപ്പെടുന്നു. 47 കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാന പരിഹാരങ്ങൾ കാണുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്. 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം -3.1 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കമ്പനിയുടെ സ്കോറായ 8 പോയിന്റിനെതിരെ ഖൈദന്റെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഖൈദന്റെ ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം. ഖൈദന്റെ 3.6% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 23.5%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ഖൈദന്റെ $8 ബില്യൺ മൂല്യം. $58 ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം. ഖൈദന്റെ 15.08% വിഹിതവും ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $3.57 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $18 ബില്യൺ ആണ്. ഖൈദന്റെ 20.366% വിഹിതമാണ്. മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. ഖൈദന്റെ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 15.08%. പുസ്തക മൂല്യം 20.366%. ഇത് വിപണി മൂലധന വിഹിതത്തിൽ 35% വർധനവാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത്. 1 പോയിന്റ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $1.49 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ 42% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ ഡെറ്റ് ലെവലിൽ ഫലം നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 105.4 ആണ്. 0 എന്ന ഉപവിഭാഗത്തിൽ ശരാശരിയോടൊപ്പം ഇത് ഉപവിഭാഗത്തേക്കാൾ മികച്ചതാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി വിലയുടെ വിലയിരുത്തൽ വളരെ നല്ലത്. 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $84 മില്യൺ ആയിരുന്നു. വരുന്ന 12 മാസത്തെ ലാഭം $535 മില്യൺ ആണ്. ഇത് നിലവിലെ കണക്കിനേക്കാൾ 540.7% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്. കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് 4.4 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 4.7 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 6% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ നല്ലത്. 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1980 മില്യൺ ആണ്. വരുന്ന 12 മാസത്തെ വരുമാനം $3650 മില്യൺ ആണ്. ഇത് നിലവിലെ സമയത്തേക്കാൾ 84% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത്. 1 പോയിന്റ്.
മാർജിൻ 4.2%. ഉപവിഭാഗത്തിലെ ശരാശരി -58.7%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 62.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 18.354%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 22% കൂടുതലാണ്. ഇത് കമ്പനിയുടെ വിപണി മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേട് കാണിക്കുന്നു, കൂടുതലും കുറച്ചു കാണുന്നതിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $1,526,000 ഉപവിഭാഗത്തിൽ $1,857,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 17.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $14,500 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി -$231,900 ആണ്. കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം $246,000 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം $343,000 ആണ്. ഉപവിഭാഗം പ്രകാരം $395,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 15%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പന ഇടപാടുകളുടെ അളവ് 1.9%. ഉപവിഭാഗത്തിന് ശരാശരി 10.4%. ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ്. സൂചകം GD14 കമ്പനിക്ക് 51% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ GD ലെവൽ 14 ഏകദേശം 43%. ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടേതിനേക്കാൾ താഴെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം $40.7 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $49.16 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 21%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഷെയറിന് $40.71 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 43.64 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 37.78 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 മെയ് 19 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടച്ചുപൂട്ടും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ ദനിയ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആണ്. ബാലൻസിംഗ് ട്രേഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കും. ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ തലത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.